ജി ടി എഡ്യൂക്കേഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. സിമ്പിളായിട്ടുള്ള ബേസിക് ആയിട്ടുള്ള എല്ലാവർക്കും ആവശ്യം വരുന്നൊരു മാത്തമാറ്റിക്സ് ടിപ്പാണ് നമ്മളിവിടെ പറയുന്നത്. എങ്ങനെയാണ് പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം 100നെ ബേസ് ചെയ്ത് 100നെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ പെർസെൻറ്റേജ് പറയുന്നത്. അപ്പോൾ 100% ഓഫ് 100 എന്ന് പറയുന്നത് 100 ആണ്. ഒരു സംഖ്യയുടെ 100% അതിൻ്റെ ഫുൾ പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ്. 100% ഓഫ് 100 ഈസ് 100. ഇനി 10% ഓഫ് 100, 100ൻ്റെ 10% എന്ന് പറയുന്നത് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക? 100 × 10/100 ദാറ്റ് ഈസ് 10. ഇനി 50% ഓഫ് 100 എങ്ങനെയാണ്? 100 × 50/100 ദാറ്റ് ഈസ് 50. ഓക്കെ. അപ്പോൾ നമ്മൾ സ്കൂളിലൊക്കെ നമ്മൾ ഈ പെർസെൻറ്റേജ് ഇങ്ങനെയാണ് പഠിക്കുന്നത്. പക്ഷേ ഒരു നോർമൽ ഒരാൾ വളരെ ഈസി ആയിട്ട് ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാനൊന്ന് പറയാം. അതായത് 100ൻ്റെ 100% 100 ആണ്. അപ്പോൾ 100ൻ്റെ 50% എത്രയാണ്? 100ൻ്റെ പകുതി ദാറ്റ് ഈസ് 50. 100ൻ്റെ 25% എത്രയാണ്? അത് അതിൻ്റെ പകുതിയുടെ പകുതി, അതായത് 25, അതായത് 100ൻ്റെ 4/1. ഇനി 100ൻ്റെ 10% എന്ന് പറയുന്നത് 100ൻ്റെ 10/1, ദാറ്റ് ഈസ് 10. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ഇൻട്രസ്റ്റ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, നിങ്ങൾക്കിത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഒന്നുകൂടി ഞാൻ പറയാം. 100% ഓഫ് 100 ഈസ് 100, 10% ഓഫ് 100 ഈസ് 100 × 10/100 ദാറ്റ് ഈസ് 10, 50% ഓഫ് 100 ഈസ് 50. അതുപോലെ 100 ബേസിൽ ഏത് നമ്പർ നമുക്ക് വളരെ ഈസി ആയിട്ട് കണ്ടെത്താനായിട്ട് സാധിക്കും. നമുക്ക് 100ൻ്റെ 2.5% ഓഫ് 100 കാണണമെന്ന് വിചാരിക്കാം. 100ൻ്റെ 2.5% ഓഫ് 100 കാണണമെങ്കിൽ നമുക്ക് വളരെ നിസ്സംശയം പറയാം അത് 2.5. ഇനി മറ്റു രീതിയിൽ വേണമെങ്കിൽ അതിങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം. 100 × 2.5/100 ദാറ്റ്സ് ഈക്വൽ ടു 2.5. ഓക്കെ, അപ്പോൾ നമുക്ക് മറ്റു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടുക. അതുപോലെ നിങ്ങൾക്ക് വേണ്ട ടോപ്പിക്സ്, മാത്സ് ആയിക്കോട്ടെ, ഫിസിക്സ് ആയിക്കോട്ടെ, കെമിസ്ട്രി ആയിക്കോട്ടെ, ഏത് സബ്ജക്ട്സ് ആയിക്കോട്ടെ, നിങ്ങൾക്ക് വേണ്ട ടോപ്പിക്സ് കമൻറ്റ് ചെയ്താൽ അതിനെക്കുറിച്ചുള്ള ചെറിയ ചെറിയ ഷോർട്സ് നമുക്ക് ഉണ്ടാവുക.